UDFിന്റെ നേതൃത്വത്തിൽ ഇളമ്പള്ളൂരിൽ പ്രകടനം നടത്തി. CPMന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുകയാണെന്ന് ആരോപിച്ചാണ് പ്രകടനം നടത്തിയത്. CPM സംസ്ഥാനത്തുടനീളം അക്രമം അഴിച്ചുവിടുകയാണെന്ന് ആരോപിച്ചാണ് UDFിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. ഇളമ്പള്ളൂർ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാപ്പുമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം പെരുമ്പുഴയിൽ സമാപിച്ചു. DCC സെക്രട്ടറി രഘു പാണ്ഡവപുരം യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആകമാനം ഇന്ന് നടക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളുകൾ പെരുമ്പുഴയുടെയോ കേരളത്തിന്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ ഒരു സമരവുമായി പെട്ടെന്ന് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമല്ല. നമ്മൾ വളരെ ആശ്ചര്യത്തോടെ കണ്ടതിന് ശേഷം പരിഹാസത്തോടും വളരെ ലജ്ജയോടും നോക്കിക്കണ്ട ചാനൽ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾ മറന്നിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ജനാധിപത്യ കേരളത്തിന്റെ ഇടതുപക്ഷ അധികാര മുഖത്തിന്റെ പുതിയ വർണ്ണനകൾ, പുതിയ രീതികൾ അനുഭവിച്ചറിയാൻ ഭരണം അവസാനിക്കാൻ പോകുന്ന ഈ മണിക്കൂറിലുള്ള ഏറ്റവും പരിഹാസപൂർണമായ ചിത്രങ്ങൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങളുടെ വലിയ ചരിത്രവും പാരമ്പര്യവുമുള്ള കേരള വിദ്യാർത്ഥി യൂണിയൻ നിരവധിയായ സമരങ്ങളിലൂടെ കേരളത്തിന്റെ സാമൂഹിക മനസ്സാക്ഷിയിലും ജനാധിപത്യ കേരളത്തിന്റെ മുമ്പിലും ഉജ്ജ്വലമായ സമരമാതൃകകൾ സ്വീകരിച്ച കേരള സ്റ്റുഡൻസ് യൂണിയൻ, UDF ചെയർമാൻ കുരിപ്പള്ളി സലീം, DCC ജനറൽ സെക്രട്ടറി K ബാബുരാജൻ, മണ്ഡലം പ്രസിഡന്റുമാരായ വിനോദ് ജി പിള്ള, പെരുമ്പുഴ ഗോപൻ, കൊച്ചങ്കര വിനോദ്, സാം വർഗീസ്, സിന്ധു ഗോപൻ, വിളവീട്ടിൽ മുരളി, രാജേശ്വരിയമ്മ, RSP നേതാക്കളായ പെരുമ്പുഴ ജോസ്, സതീഷ് കുമാർ, ഷീബ മോൾ, അജയകുമാർ, മഞ്ജു സുരേഷ്, സുവർണ, ജീജ ബാബു, സവാദ്, ബിനു ഗോപാൽ, ജമാൽ, രാധാകൃഷ്ണൻ ചെറിയേല, രാജീവൻ ഉണ്ണിത്താൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.